നുണപ്രചാരണം നടത്തുവാൻ ദേശാഭിമാനി പത്രത്തിന് സാധിക്കുമെന്നതുപോലെ ഒരു മലയാള പത്രത്തിനും സാധിക്കില്ല. സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ CPM-നെതിരെയോ ആരെങ്കിലും എതിർക്കാൻ തുനിഞ്ഞാൽ അവരെ അടിച്ചമർത്തുവാൻ ആദ്യം രംഗത്തിറങ്ങുന്നത് ദേശാഭിമാനിയാണ്. അതിനവർ എന്ത് നുണക്കഥയും പടച്ചുവിടും, ആരെയും ചവിട്ടിത്താഴ്ത്തും. അതിന് മാധ്യമ സ്വാതന്ത്ര്യം എന്ന ലേബലും നൽകാൻ ദേശാഭിമാനിക്ക് ഒരു മടിയുമില്ല. അടിമാലി സ്വദേശിയായ മറിയക്കുട്ടിയെ കോടീശ്വരിയാക്കി ചിത്രീകരിച്ചതിന് കോടതി എടുത്തിട്ട് അലക്കിയത് മാസങ്ങൾ പോലും ആയിട്ടില്ല. ഉടൻ തന്നെ അടുത്ത കുഴിയിൽ വീണിരിക്കുകയാണ് CPM-ന്റെ മുഖപത്രം. കവിയൂർ പൊന്നമ്മ അന്തരിച്ചതിന് പിന്നാലെ നടൻ മോഹൻലാലിന്റെ അനുസ്മരണ കുറിപ്പാണ് ദേശാഭിമാനിയുടെ മറ്റൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച മോഹൻലാലിന്റെ പേരിൽ വ്യാജ കുറിപ്പാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. കണ്ണൂർ യൂണിറ്റിലെ ന്യൂസ് എഡിറ്റർ AV അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തൽക്കാലം ദേശാഭിമാനി തടി തപ്പിയെങ്കിലും ആ അനുസ്മരണ കുറിപ്പിലെ ഉള്ളടക്കത്തിൽ ഒരിക്കൽ പോലും പറ്റാൻ പാടില്ലാത്ത പരാമർശമാണ് കടന്നുകൂടിയത്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന നടന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന പരാമർശമാണ് ലേഖനത്തിലുണ്ടായിരുന്നത്. അമ്മ പൊന്നമ്മ എന്ന പേരിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി നേർന്ന നടൻ മോഹൻലാൽ എഴുതിയ വൈകാരിക കുറിപ്പ് ശനിയാഴ്ചയാണ് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലാൽ എഴുതിയതല്ല എന്ന് ഉറപ്പിക്കുന്ന ഗുരുതര പിഴവുകളാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ നിന്നും ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി, സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്ന വരിയിലാണ് വലിയ തെറ്റ് സംഭവിച്ചത്. മോഹൻലാലിന്റെ സ്വന്തം അമ്മയെ പരേതിയാക്കി ദേശാഭിമാനി ലേഖനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം നിറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ച രംഗത്ത് വന്നുവെങ്കിലും തെറ്റല്ലാതാകുന്നില്ല. എവിടെയാണ് പിഴവെന്നോ എന്താണ് പിഴവെന്നോ പറയാതെ 5-ാം പേജിലെ വലതുമൂലയിൽ തിങ്കളാഴ്ച പത്രാധിപരുടെ ഖേദപ്രകടനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുരുതര പിശകുള്ള അനുസ്മരണ കുറിപ്പിന് പിന്നിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് കണ്ണൂർ യൂണിറ്റിലെ ന്യൂസ് എഡിറ്റർ അനിൽ കുമാറിനെയാണ്. സ്വന്തമായി എഴുതിയ ലേഖനം മോഹൻലാലിന്റെ പേരിൽ നടന്റെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചു എന്നും അതിലാകട്ടെ സാരമായ തെറ്റും ചൂണ്ടിക്കാട്ടിയെന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. EMSന്റെ ജീവചരിത്രം ഉൾപ്പെടെ എഴുതിയ ന്യൂസ് എഡിറ്റർക്കാണ് നാണം കെട്ട ദേശാഭിമാനിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത്. തെറ്റ് കൃത്യമായി ചൂണ്ടിക്കാട്ടി വലിയ രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടി വന്നിടത്ത് ഒരു കോളത്തിൽ മാപ്പ് പറഞ്ഞാണ് ദേശാഭിമാനി സ്വയം പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ പലരും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനിടയിലാണ് മറ്റു പത്രങ്ങൾക്ക് പോലും അപമാനകരമാകുന്ന പ്രവൃത്തി ദേശാഭിമാനിയിൽ നിന്നും ഉണ്ടാകുന്നത്. അടുത്തിടെ മോഹൻലാലിൻ തന്റെ അമ്മയുടെ ജന്മദിനം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ വാർത്തകളും ചിത്രങ്ങളും ദൃശ്യമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. ആ വാർത്തകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഗുരുതര പിശക് ദേശാഭിമാനിയിൽ നിന്നും ഉണ്ടാകുമായിരുന്നില്ല. ദേശാഭിമാനി പറയുന്നത് മാത്രമാണ് സത്യം എന്ന് കരുതുന്ന ചില സഖാക്കന്മാർ ഈ നാട്ടിലുണ്ട്. മോഹൻലാലിന്റെ അമ്മ അന്തരിച്ചില്ല എന്ന് ഇനി മോഹൻലാൽ നേരിട്ട് വന്ന് പറഞ്ഞാലും ഇക്കൂട്ടർക്ക് വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലുള്ള തിരുത്തു നൽകി തലമുതിർന്ന സഖാക്കന്മാരെ സത്യം ബോധ്യപ്പെടുത്തണമെന്ന് കൂടി പത്രാധിപരോട് അപേക്ഷിക്കുകയാണ്.